ഇന്ത്യയിൽ നിന്ന് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് കോടീശ്വരൻ ആകാൻ പറ്റിയ 6 ഈസി മെത്തേഡ്സ് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ റിസർച്ച്. ഫസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻ ആണ്. രാഷ്ട്രീയ പണിയാണ്. ഇഷ്ടംപോലെ കണക്ഷൻസ് വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ടൈം എടുക്കും, നടക്കാണ്ടിരിക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് മാരിങ് ഇൻ ടു എ വെൽത്തി ഫാമിലി. നല്ല കാശുള്ള കുടുംബത്തിലോട്ട് കല്യാണം കഴിച്ച് അവിടെ നിന്ന് വല്ല സ്വത്തുക്കളോ സമ്പാദ്യമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ ഭാഗ്യം പോലെ ഇരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. മൂന്നാമതെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഫാമിലി അല്ലെങ്കിൽ പാരൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് എൻജോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ. പിന്നെ പാരൻസിന്റെ സ്വത്താണ്, ഫാമിലിയുടെയാണ്. ഏത് ഫാമിലിയിൽ അല്ലെങ്കിൽ ഏത് പാരൻസ് ജനിക്കുന്ന നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, പ്യുവർലി ഭാഗ്യം പോലെ ഇരിക്കും. നാലാമെന്ന് പറഞ്ഞാൽ ഫോർച്യൂൺ 500 കമ്പനിയിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നല്ലോണം ഹാർഡ് വർക്ക് വേണം, ഡിറ്റർമിനേഷൻ, ടൈം, പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ആൻ ഈസി പ്രോസസ്, പക്ഷേ കോടികൾ സമ്പാദിക്കാൻ പറ്റും. അഞ്ചാമത് പറയുന്നത് മാനേജിങ് മണി ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരുടെ പണത്തിൽ കൂടെ മാനേജ് ചെയ്ത് വെൽത്ത് ക്രിയേഷൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലോണം ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് വേണം, നോളജ് വേണം, കസ്റ്റമേഴ്സിനിടയ്ക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് അത് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുള്ളൂ. ആറാമെന്ന് പറയുന്നത് വെച്ചാൽ ബിസിനസ് അല്ലെങ്കിൽ ബീങ് ആൻ ഓൺട്രപ്രണർ. അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണ്, എന്ത് വേണമെങ്കിലും നടക്കാം, കോടികൾക്ക് അപ്പുറം വേണമെങ്കിലും സമ്പാദിക്കാൻ പറ്റും, ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ടാകാനും പറ്റും. അൺലിമിറ്റഡ് പൊട്ടൻഷ്യലാണ്.